ഇ.ഡി. ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കേസിൽ ഒന്നാം പ്രതി ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുമെന്ന് വിജിലൻസ് എസ്.പി. എസ്. ശശിധരൻ. സൈബർ തെളിവ് ശേഖരണം നടത്തിവരികയാണ്. പ്രതികൾ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ലെന്നും വിജിലൻസ് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്നും എസ്.പി. പറഞ്ഞു. സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ 4-5 ഫോണുകളുടെ സൈബർ അനാലിസിസ് മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സൈബർ അനാലിസിസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടെല്ലാം കിട്ടാൻ അല്പം സമയമെടുക്കും. ഇല്ല, പൂർണ്ണമായി സഹകരിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ മറ്റ് തെളിവുകൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യേണ്ടി വരും, ചോദിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, കേന്ദ്ര ഏജൻസിയും സംസ്ഥാന ഏജൻസിയും നേർക്കുനേർ വരുന്ന ഈ കേസിൽ എന്താണ് വിജിലൻസ് എസ്.പി. ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്? കേസ് അന്വേഷണത്തിൽ വിജിലൻസ് മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? തുടർ നടപടികളും നീക്കങ്ങളും എന്തായിരിക്കുമെന്ന് വിജിലൻസ് എസ്.പി. വിശദീകരിച്ചു. കേസ് അന്വേഷണത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് വിജിലൻസ് ഉള്ളത്. തങ്ങൾക്ക് ഇതുവരെ അത്തരത്തിലൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അന്വേഷണം. പ്രതികൾ സഹകരിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് ഈ കേസിൽ നിർണായകമാകുക. അതുകൊണ്ട് മൊഴികൾക്കപ്പുറത്ത് അതുതന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകി അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ ഈ കേസിലെ ഒന്നാം പ്രതിയായ ശേഖർ കുമാർ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമർപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാതിക്കാരനെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. പരാതിക്കാരനെതിരെ ഇ.സി.ഐ.ആർ ഇട്ട് അന്വേഷണം നടത്തുകയാണ്. ആ പരാതി തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇ.ഡിയെയും തന്നെയും പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു കള്ളക്കേസ് തനിക്കെതിരെ നൽകിയെന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ഒപ്പം ഈ ഇടനിലക്കാരെ എന്ന് പറഞ്ഞ് വിജിലൻസ് പിടികൂടിയ ആളുകളെ തനിക്ക് അറിയില്ല എന്നും ശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജിയെ വിജിലൻസ് എതിർക്കും എന്ന് എസ്.പി. അറിയിച്ചിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് വിജിലൻസിന്റെ ഈ കേസിൽ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നാണ്. പക്ഷേ അതിൽ ഈ പിടിയിലായ പ്രതികളുടെ മൊഴികൾക്കപ്പുറം സാങ്കേതിക തെളിവുകളുടെ ഒരാവശ്യമുണ്ട്. അതിനുള്ള സാവകാശമാണ് നിലവിൽ വിജിലൻസ് തേടുന്നത്. പക്ഷേ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ കേസിന്റെ ഒരു ഡയമെൻഷൻ മറ്റൊരു രീതിയിലേക്ക് മാറും എന്നൊരു ഭയം വിജിലൻസിനുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ജാമ്യ ഹർജിയെ എതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. 7 ദിവസം ഇപ്പോൾ ഈ പ്രതികൾ വിജിലൻസിന് മുൻപിൽ ഹാജരാകും. അതിൽ നിന്ന് നിർണായകമായ തെളിവുകൾ ലഭിക്കുകയും ശേഖർ കുമാറിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കേസ് അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കശുവണ്ടി വ്യവസായിയുടെ കേസ് ഒതുക്കാൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ കോഴ വാങ്ങി എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസിന്റെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറാണ്. ശേഖർ കുമാറിനെതിരെ ഇ.ഡി. ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. ജി.കെ.